ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമൃത. ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF അഥവാ ഉത്തമ സാധാരണ ഘടകം ഉസാഗ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ ഉസാഗ എന്താണെന്ന് നോക്കാം. The highest common factor of two or more numbers. രണ്ടോ അതിൽ കൂടുതലോ സംഖ്യകളുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് സംഖ്യകൾക്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതായത് ഒരു സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം, ആ സംഖ്യകളെയാണ് നമ്മൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ സംഖ്യകൾ എടുക്കുമ്പോൾ ഓരോന്നിൻ്റെ ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഒന്നോ അതിൽ കൂടുതലോ ഉണ്ടാവും. അതിൽ ഏതാണോ ഹയസ്റ്റ് ഫാക്ടർ അതിനെയാണ് നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് ഫാക്ടർ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. HCF ഓഫ് 24 12. 24ന്റെ ഫാക്ടേഴ്സ് 124 212 38 46. 12ന്റെ 112 26 34. ഇതിൽ ഇവരുടെ കോമൺ ഫാക്ടേഴ്സ് ആണ് 1 2 3 4 6 12. ഇത്രയാണ് ഇവരുടെ കോമൺ ഫാക്ടേഴ്സ്. അതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 12. അപ്പോൾ ഇതാണ് 12ന്റെയും 24ന്റെയും HCF അല്ലെങ്കിൽ ഉസാഗ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് HCF കാണാനുള്ള ഈസി മെത്തേഡ്സ് നോക്കാം. ഫസ്റ്റ് മെത്തേഡ്, ടേക്ക് ദ ലോവർ വാല്യൂ. ഇഫ് ഇറ്റ് ഈസ് ദ ഫാക്ടർ ഓഫ് ഓൾ ദ അതർ നമ്പേഴ്സ് ദെൻ ഇറ്റ് വിൽ ബി ദ HCF. അതർവൈസ് ടേക്ക് ദ ഫാക്ടേഴ്സ് ഓഫ് ഇറ്റ്. ടേക്ക് ദ ലാർജസ്റ്റ് വിച്ച് ഇസ് എ ഫാക്ടർ ഓഫ് ഓൾ ദ നമ്പേഴ്സ്. അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സ് എത്രയാണെങ്കിലും ആ നമ്പേഴ്സിൻ്റെയൊക്കെ ലോവർ വാല്യൂ ഏതാണോ അതെടുക്കുക. എന്നിട്ട് അത് മറ്റുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം ഫാക്ടേഴ്സ് ആണോ നോക്കുക. ഫാക്ടേഴ്സ് ആണെങ്കിൽ അത് തന്നെയായിരിക്കും HCF. ഇനി അതല്ല എങ്കിൽ ആ സംഖ്യയില്ലേ, ആ ചെറിയ സംഖ്യയായിട്ട് നമ്മൾ എടുത്തില്ലേ, അതിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. അതിൽ ഏതാണോ ഇതിൻ്റെ ഫാക്ടറായിട്ട് വരുന്നത്, ബാക്കി എല്ലാ നമ്പേഴ്സിൻ്റെയും ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് അതായിരിക്കും HCF. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എടുത്ത് നോക്കേണ്ടത് വലിയ സംഖ്യകളാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. HCF ഓഫ് 15 30 60. 15 30 60ൽ ലോവസ്റ്റ് വാല്യൂ 15 ആണ്. 15 എന്ന് പറയുന്നത് 15ന്റെ ഫാക്ടറാണ്, 30യുടെ ഫാക്ടറാണ്, അതുപോലെ 60യുടെ ഫാക്ടറാണ്. 15 × 2 30 വരും, 15 × 4 60 വരും. അപ്പോൾ 15 is the factor of 15, 30 and 60. So HCF is 15. ഓക്കെ. അടുത്തത് സെക്കൻഡ് മെത്തേഡ്. ഫസ്റ്റ് എക്സാമ്പിൾ HCF ഓഫ് 42 70. അപ്പോൾ 42ന്റെയും 70യുടെയും HCF കാണണം. ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ്, എളുപ്പമായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കിവിടെ രണ്ട് സംഖ്യകളുടെ HCF ആണ് കാണാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ആ സംഖ്യകൾ നമ്മൾ എടുത്തെഴുതുക. അതിനുശേഷം അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. 70യും 42യും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. അപ്പോൾ വലുതിന് ചെറുത് കുറച്ച് നോക്കുക. 8 2 10 1 4 5 2 7 28. ഇനി ഈ 28 ഇതിൻ്റെ രണ്ടിൻ്റെയും, അതായത് ഡിഫറൻസ് കിട്ടിയില്ലേ, ഈ ഡിഫറൻസ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫാക്ടേഴ്സ് ആണെന്ന് നോക്കുക. 28 42ന്റെ ഫാക്ടർ അല്ല, 70ന്റെ അല്ല. അപ്പോൾ 28 അല്ല ഇതിൻ്റെ HCF. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 28 അല്ലാത്ത മറ്റുള്ള ഫാക്ടേഴ്സ് എടുക്കുക. എന്നിട്ട് ടേക്ക് ദ ലാർജസ്റ്റ് വാല്യൂ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ദ ഫാക്ടർ ഓഫ് 42 ആൻഡ് 70 ഇറ്റ് വിൽ ബി ദി ആൻസർ. അതായത് 22ന്റെ ഫാക്ടേഴ്സ് എടുത്തിട്ട് അതിലെ ലാർജസ്റ്റ് വാല്യൂ എടുക്കുക. അത് തന്നിരിക്കുന്ന സംഖ്യകളുടെ ഫാക്ടേഴ്സ് ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും HCF. അതല്ലെങ്കിൽ അതിന് ശേഷമുള്ളത് എടുക്കുക. ആദ്യം വലുത് എടുത്ത് നോക്കുക, അതിൽ നിന്ന് ചെറുതിലേക്ക് വരിക. ഇപ്പോൾ നോക്കാം, 28 ഇതിൻ്റെ ഫാക്ടേഴ്സ് അല്ലാത്തതുകൊണ്ട് 28ന്റെ ഫാക്ടേഴ്സ് എടുക്കാം. 28ന്റെ എന്ന് പറയുമ്പോൾ 1 28 2 14 4 7. അപ്പോൾ അതിൽ അടുത്ത വലുതെന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ 42ന്റെ ഫാക്ടറാണ്, കാരണം 14 × 3 ആണ് 42. അതുപോലെ 70യുടെ ഫാക്ടറാണ്, 14 × 5 ആണ് 70. അതുകൊണ്ട് തന്നെ 14 രണ്ട് സംഖ്യകളായ 42ന്റെ 70ന്റെയും ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ HCF എന്ന് പറയുന്നത് 14 ആണ്. അതിൻ്റെ തന്നെ മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. HCF ഓഫ് 1365 1560 1755. അപ്പോൾ ഇവിടെ 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതുക. അതിനുശേഷം അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് 5 5 10 1 6 8 1 6 7 9 16 1 3 4 1 5 1 1 0 195 0 5 5 6 9 15 1 5 6 1 7. അപ്പോൾ ഇതും അങ്ങനെ തന്നെ 195. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസും ഇതിൻ്റെ ഡിഫറൻസും 195 ആണ്. അപ്പോൾ 195 കിട്ടിയപ്പോൾ ഒരു സംഖ്യയെ വന്നിട്ടുള്ളൂ 195. അപ്പോൾ ഇതിൻ്റെതൊക്കെ ഫാക്ടേഴ്സ് ആണോ നോക്കണം. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കണം. 1365 ഹരിക്കണം 195. അപ്പോൾ ഏകദേശം ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇതിനെ 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 1950 ആണ് വരിക. അപ്പോൾ 9 ഏകദേശം വരില്ല. ഒരു 8 ചെയ്ത് നോക്കാം.
7 ചെയ്ത് നോക്കാം. ഇവിടെ 5 ആണല്ലോ വരുന്നത്. അപ്പോൾ 5 35, 97, 63 3, 66 6 6, 1 7 6 13. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ 195 1365 ഒരു ഫാക്ടറാണ്. ഇനി 1560 ഫാക്ടറാണെന്ന് നോക്കണം. 195. അപ്പോൾ ഇവിടെ നമ്മൾ 7 വരുമ്പം 1365 വരുമ്പം 7 കഴിഞ്ഞ് 8 നമുക്ക് നോക്കാം. 8 40, 4 9 8 72 4 76 7 1 8 8 7 15. അപ്പോൾ അതും കിട്ടി. 1560യുടെയും ഫാക്ടറാണ് 195. ഇനി 1755ൻ്റെ ആണോ നോക്കണം. 1755ൻ്റെ ഫാക്ടറാണോ നോക്കണം. അപ്പോൾ 8 കഴിഞ്ഞാൽ നമുക്ക് 9 5 യൂണിറ്റ് ഡിജിറ്റ് വരുന്നതല്ലേ. അപ്പോൾ 9 45 4 9 9 81 4 85 8 9 9 8 17. അപ്പോൾ 1755ൻ്റെയും ഫാക്ടറാണ് 195. അപ്പോൾ 195 ഇത് 3ൻ്റെയും ഫാക്ടർ ആയതുകൊണ്ട് ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ HCF. അപ്പോൾ 195 ഈസ് ദ ഫാക്ടർ ഓഫ് ദ 3 നമ്പേഴ്സ്. സോ HCF ഈസ് 195. ഓക്കെ. അടുത്തത് തേർഡ് മെത്തേഡ്. തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. അതായത് പ്രൈം നമ്പർ ഫാക്ടറൈസേഷൻ. പ്രൈം നമ്പേഴ്സ് ഉണ്ടല്ലോ 2 3 5 7 അങ്ങനെ പോകുന്ന പ്രൈം നമ്പേഴ്സ്, ഒന്നും ആ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയി വരുന്ന നമ്പേഴ്സ്. അപ്പോൾ ആ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെയാണ് എടുക്കുന്നത്. HCF ഓഫ് 1365, 1560, 1755. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓരോന്നിനെയും നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. അതിനുശേഷം കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രം എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 1365 എഴുതി. അതിന് 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 3 ആണ് വരുന്നത്. 3 4 12 1 3 5 15 1 3 5 15. ഇനി 2 3 പറ്റില്ല. 5 ഉണ്ട്. 5 9 45 5 1 5. 91നെ 5നോട് പറ്റില്ല, 3 പറ്റില്ല, 2 പറ്റില്ല. 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 13 വരും. പിന്നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 1. അപ്പോൾ 1 വരുന്നത് വരെ ചെയ്തു. അത് കഴിഞ്ഞ് ഇനി 1560. അപ്പോൾ 2 കൊണ്ട് ചെയ്തു. 7 14 1 28 16 20 0 39 78 20 0 29 38 1 25 10 53 15 4 50 45 3 1 3 3 9 13 1. 755നെ 2 കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് 3 ഉണ്ട്. 3 5 15 2 8 24 1 3 5 15 3 1 3 2 3 9 27 1 3 5 15 3 6 18 1 3 5 15 3. ഇനി ഇതിനെ 2നെയും 3നെയും പറ്റാത്തതുകൊണ്ട് 5 ഉണ്ട്. 13 65. 13 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1. അപ്പോൾ ലാസ്റ്റ് 1 വരുന്നത് വരെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. ഇനി ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് നോക്കുക. ഇവിടെ 3 ഉണ്ട്, ഇതിലും ഒരു 3 ഉണ്ട്, ഇതിലും ഒരു 3 ഉണ്ട്. അപ്പോൾ 3 എഴുതി. പിന്നെ 5 5 5 5 എഴുതി. പിന്നെ 7 ഇതിലുണ്ട്, ഇതിൽ 7 ഇല്ല, ഇതിലും 7 ഇല്ല. അപ്പോൾ അത് എഴുതാൻ പറ്റില്ല. 13 13 13. അപ്പോൾ 13 എഴുതി. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഇത് 3 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 15. 15 × 13 എത്രയാണ്? 15 × 10 + 3. 15 10 150. 15 3 53 15 1 3 4 195 കിട്ടും. ഇതായിരിക്കും ഇതിൻ്റെ HCF. ഓക്കെ. അടുത്തതായിട്ട് HCF ഓഫ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻസിൻ്റെ HCF കാണുന്നത്. HCF ഓഫ് ഫ്രാക്ഷൻസ് ഇസ് ഈക്വൽ ടു HCF ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ. ഫ്രാക്ഷൻസിൻ്റെ HCF കാണാൻ ന്യൂമറേറ്ററിൻ്റെ HCFനെ ഡിനോമിനേറ്ററിൻ്റെ LCM കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എക്സാമ്പിൾ HCF ഓഫ് 4/5 7/13. അപ്പോൾ 4/5ൻ്റെയും 7/13ൻ്റെയും HCF കാണാൻ HCF ഓഫ് 4 7 ഡിവൈഡഡ് ബൈ LCM ഓഫ് 5 13. അപ്പോൾ 4ൻ്റെയും 7ൻ്റെയും HCF എന്ന് പറയുമ്പോൾ 4നും 7നും കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 വരും. LCM ഓഫ് 5 13 എന്ന് പറയുമ്പോൾ 5ഉം 13ഉം രണ്ടും പ്രൈം നമ്പറാണ്. അതുകൊണ്ട് തന്നെ രണ്ടിനും നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഡിവൈഡ് ചെയ്യാനൊന്നുമില്ലാത്തതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5ഉം 13ഉം മൾട്ടിപ്ലൈ ചെയ്ത് 65. അപ്പോൾ 1/65 ആയിരിക്കും ഇതിൻ്റെ HCF. അപ്പോൾ HCF ഓഫ് ഫ്രാക്ഷൻസ് ആണെങ്കിൽ HCF ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ. ഇനി LCM ആണെങ്കിൽ, അതായത് LCM ഓഫ് ഫ്രാക്ഷൻസ് ആണെങ്കിൽ LCM ഓഫ് ന്യൂമറേറ്ററും ഡിവൈഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ ആണ് വരിക. അടുത്തായിട്ട് നമ്മൾ HCF ഓഫ് ഡെസിമൽ നമ്പേഴ്സ് കാണാനാണ് പോകുന്നത്. ദശാംശ സംഖ്യകളുടെ HCF. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ HCF ഓഫ് 16.5 0.45 15. അപ്പോൾ ഇങ്ങനെ വന്നാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റ് കളയണം. അതിന് വേണ്ടിയിട്ട് പോയിന്റിന് ശേഷം നമ്പേഴ്സ് കൂടുതൽ വരുന്നത് ഏതാണെന്ന് നോക്കണം. പോയിന്റിന് ശേഷം നമ്പേഴ്സ് കൂടുതൽ വരുന്നത് ഇവിടെ 1 ആണ്, ഇവിടെ 2, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ 2 ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ 2 0 വരുന്ന 10ൻ്റെ മൾട്ടിപ്പിൾ എടുക്കുക 100, എന്നിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 16.5നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഒരു സ്ഥാനം വലത്തോട്ട് വന്നു, പിന്നെ ഒരു സ്ഥാനം കൂടി വന്നു. അപ്പോൾ 1650 വന്നു. 0.45നെ ആകുമ്പോൾ ഒരു സ്ഥാനം വന്നു, പിന്നെയും വന്നു. അപ്പോൾ 45 വന്നു. 15 ആകുമ്പം 1500. ഇനി ഇതിൻ്റെ HCF കാണണം. നമ്മൾ ആദ്യത്തെ മെത്തേഡ് ഉപയോഗിക്കാം. ഏതാണ്? സ്മോളസ്റ്റ് 45 ആണ്. അപ്പോൾ 45 ഇതിൻ്റെയും ഫാക്ടറാണെന്ന് നോക്കണം. അപ്പോൾ 16 50 ഡിവൈഡഡ് ബൈ
45. 4 16, അപ്പോൾ അത് വരില്ല. 3 നോക്കാം. 13 15 1, 4 12 1 13, 0 3 3 6 300, 45 4 5 20, 6 24 4 28, 7 35 49, 7 7 35 3, 4 28 3 31, അപ്പോൾ 6 6 30 3, 4 24 3 27, 270 എത്ര സംതിങ് വരും. അപ്പോൾ എന്തായാലും 16 15ൻ്റെ ഫാക്ടർ അല്ല ഇത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ ഫാക്ടർ അല്ലെങ്കിൽ പിന്നെ അത് അതിൻ്റെ HCF ആയിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ HCF 45 അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഫാക്ടേഴ്സ് ഓഫ് 45 എടുക്കണം. 45ൻ്റെ ഫാക്ടേഴ്സ് 1 1 45 3 15 5 9. ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് എളുപ്പം അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്തത് എന്താണ്? അതായത് 45 കഴിഞ്ഞിട്ട് പിന്നെ ചെറുതേതാണ്? 15 ആണ്. ആ 15 രണ്ടിൻ്റെയും ഇതിൻ്റെ എല്ലാം ഫാക്ടറാണോ നോക്കണം. 15 1650യുടെ ഫാക്ടറാണ്. എങ്ങനെയാണ്? 15 11 165 ആണ്. 15 11 എങ്ങനെയാണ്? 15 × 10 + 1, 15 10 150, 15 1 15 15, അപ്പോൾ 165 വരും. അപ്പോൾ 1650 കിട്ടണമെങ്കിൽ 15 × 110 കണ്ടാൽ മതി. അപ്പോൾ 15 ഇതിൻ്റെ ഫാക്ടറാണ്. 15 × 3 ആണ് 45, അതിൻ്റെ ഫാക്ടറുമാണ്. 15 × 100 ആണ് 1500, അപ്പോൾ അതിൻ്റെ ഫാക്ടറുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ HCF 15 എന്ന് കിട്ടും. പക്ഷേ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗുണിച്ച 100നെ കൊണ്ട് 15നെ ഹരിക്കണം. അപ്പോൾ then the HCF of 16.5 4.5 15 is 15/100. 15/100 എന്ന് പറയുമ്പോൾ 15.0ൻ്റെ ഇത് ഇങ്ങനെ സ്ഥാനം വരും. ഒരു സ്ഥാനം 2 സ്ഥാനം, അപ്പോൾ ഇവിടെ വരും. അപ്പോൾ 0.15 ആയിരിക്കും ഇതിൻ്റെ യഥാർത്ഥ HCF. ഓക്കെ, അടുത്തത് LCMൻ്റെയും HCFൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. പ്രൊഡക്റ്റ് ഓഫ് 2 numbers is equal to product of their LCM and HCF. അതായത് A B എന്ന് പറഞ്ഞ 2 നമ്പർ തന്നു, അതിൻ്റെ LCM തന്നു, HCF തന്നു. അങ്ങനെയാണെങ്കിൽ A × B = LCM × HCF ആയിരിക്കും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ HCFൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ HCFൻ്റെയും LCMൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസും നമുക്ക് പഠിക്കാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നൽകാവുന്നതാണ്. അതുപോലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആവശ്യമുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ദയവായി ഷെയർ ചെയ്യുക. താങ്ക് യു.